ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. കേരള കർഷക സംഘം തിരുമേനി വില്ലേജ് സമ്മേളനം സംഘടിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ പ്രസൂൺ KC സ്വാഗതം ആശംസിച്ചു. A. രാമൂട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം P. ഗംഗാധരൻ വില്ലേജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. P. ഗംഗാധരൻ, M. ദാമോദരൻ, MR രതീഷ്, T. വിജയൻ, കലാധരൻ എന്നിവർ പ്രസംഗിച്ചു. ഭാഗമായിട്ടാണ് ഇന്നിപ്പം കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനും ഒക്കെയായിട്ട് തിരുമേനി വില്ലേജ് സമ്മേളനം ഇവിടെ എത്തിക്കൂടുന്നത്. ഈ സമ്മേളനത്തിൽ വന്നിട്ടുള്ള മേൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സഹാക്കളെയും ഇവിടെ പങ്കെടുത്ത എല്ലാ സഹാക്കളും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൻ്റെ ആദ്യ നടപടി എന്ന ഒരു പതാക ഉയർത്തുന്നതിന് വേണ്ടി സംഘത്തിൻ്റെ വിജയിയുടെ പ്രസിഡന്റ് രാമൂട്ടി മാഷെ ക്ഷണിക്കുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. കേരള കർഷക സംഘം സിന്ദാബാദ്, കേരള കർഷക സംഘം സിന്ദാബാദ്, കേരള കർഷക സംഘം സിന്ദാബാദ്, കേരള കർഷക സംഘം സിന്ദാബാദ്. വില്ലേജ് സമ്മേളനം സിന്ദാബാദ്, വില്ലേജ് സമ്മേളനം സിന്ദാബാദ്, വില്ലേജ് സമ്മേളനം സിന്ദാബാദ്, വില്ലേജ് സമ്മേളനം സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്. കാർഷിക മേഖല സംരക്ഷിക്കാൻ, കാർഷിക മേഖല സംരക്ഷിക്കാൻ, കാർഷിക മേഖല സംരക്ഷിക്കാൻ, കാർഷിക മേഖല സംരക്ഷിക്കാൻ. നാടിൻവസ്തുക്കൾ വർദ്ധിപ്പിക്കാൻ, നാടിൻവസ്തുക്കൾ വർദ്ധിപ്പിക്കാൻ, നാടിൻവസ്തുക്കൾ വർദ്ധിപ്പിക്കാൻ, നാടിൻവസ്തുക്കൾ വർദ്ധിപ്പിക്കാൻ. മണ്ണിൽ പണിയും കൃഷിക്കാരുടെ, മണ്ണിൽ പണിയും കൃഷിക്കാരുടെ, മണ്ണിൽ പണിയും കൃഷിക്കാരുടെ, മണ്ണിൽ പണിയും കൃഷിക്കാരുടെ. അവകാശങ്ങൾ നേടിയെടുക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ, അവകാശങ്ങൾ നേടിയെടുത്തവ സംരക്ഷിക്കാൻ, നേടിയെടുത്തവ സംരക്ഷിക്കാൻ, നേടിയെടുത്തവ സംരക്ഷിക്കാൻ, നേടിയെടുത്തവ സംരക്ഷിക്കാൻ. പോരാടുന്ന സംഘടന, പോരാടുന്ന സംഘടന, പോരാടുന്ന സംഘടന, പോരാടുന്ന സംഘടന. കേരള കർഷക സംഘം സിന്ദാബാദ്, കേരള കർഷക സംഘം സിന്ദാബാദ്, കേരള കർഷക സംഘം സിന്ദാബാദ്, കേരള കർഷക സംഘം സിന്ദാബാദ്. വില്ലേജ് സമ്മേളനം സിന്ദാബാദ്, വില്ലേജ് സമ്മേളനം സിന്ദാബാദ്, വില്ലേജ് സമ്മേളനം സിന്ദാബാദ്, വില്ലേജ് സമ്മേളനം സിന്ദാബാദ്. ചുവട് വെച്ച് നീങ്ങിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പുതിയ കാലത്തും നമ്മുടെ ജനതയെ തീറ്റിപ്പോറ്റുന്ന കർഷകർ ഒട്ടനവധിയായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായും കർഷകർ നേരിടുന്ന വിവിധ ചൂഷണങ്ങൾക്കെതിരായി, അനീതികൾക്കെതിരായി നിലനിൽപ്പിന്റെ സമരത്തിലാണ് കേരള കർഷക സംഘവും. ആ സമരത്തിന് ഈ സമ്മേളനം സഹായകരമാകും. ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന എല്ലാ സഖാക്കളെയും ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന കർഷക സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് P. ഗംഗാധരനാണ്. സഖാവിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളന നടപടികളിൽ വിവിധ ചുമതലകൾ നിർവഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കേരള കർഷക സംഘം തീരുമാനിച്ചു. സമ്മേളനത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പ്രകാരം 2026 ഫെബ്രുവരി മാസം അഖിലേന്ത്യാ സമ്മേളനത്തിൽ 2025 ഡിസംബർ മാസം ആലപ്പുഴയിൽ വെച്ച് കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനവും നടത്താനാണ് നമ്മൾ തീരുമാനിച്ചത്. ജൂലൈ അവസാന വാരം പെരിങ്ങോം ഏരിയ സമ്മേളനവും നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചതാണ്. കണ്ണൂർ വെച്ച് ചേർന്ന CKCയുടെ യോഗത്തിൽ വെച്ച് 4 സംസ്ഥാന നിയമസഭകളിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളം ഉൾപ്പെടെ, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ ഈ സംസ്ഥാന നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് നമ്മുടെ സംഘടനാ യന്ത്രം മുഴുവൻ ആ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ കേന്ദ്രീകരിക്കേണ്ടത് കൊണ്ട് ഏരിയ സമ്മേളനം തൊട്ട് മുകളിലോട്ടുള്ള സമ്മേളനങ്ങളെല്ലാം അല്പം മാറ്റം തീയതിയിൽ വരുത്തിയിട്ടുണ്ട്. പക്ഷേ വില്ലേജ് സമ്മേളനങ്ങൾ ഇപ്പോൾ നടക്കുന്നു. നമ്മുടെ ജില്ലക്കകത്ത് ജൂലൈ മാസം 31 എല്ലാ വില്ലേജ് സമ്മേളനങ്ങളും പൂർത്തീകരിക്കുക എന്നതാണ് ഇപ്പോൾ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്.
അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ യൂണിറ്റ് വില്ലേജ് സമ്മേളനം നമ്മുടെ സംഘടന 3 വർഷക്കാലം ഏറ്റെടുത്ത ഇടതടവില്ലാത്ത പോരാട്ടത്തിൽ നമുക്കുണ്ടായ നേട്ടങ്ങൾ വലിയ നേട്ടങ്ങളായി കണ്ടുകൊണ്ട് ഭാവി സംഘടനാ പ്രവർത്തനത്തെ നമുക്ക് എങ്ങനെ സജീവപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്നതാണ് നമ്മുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട, സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട കാമ്പ്. അതിലേക്ക് നമ്മുടെ സഖാക്കൾ ഒരു വലിയ പ്രതിസന്ധിയിലാണ്. കാർഷിക മേഖല എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യൻ കാർഷിക മേഖല എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ഉപജീവനം കഴിച്ചു കൂട്ടുന്ന 80% ജനങ്ങൾ അധിവസിച്ച രാജ്യമായിരുന്നു ഇന്ത്യ. കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരായിരുന്നു സ്വാതന്ത്ര്യമായ ജനങ്ങൾ. കാർഷിക മേഖലയെ, കാർഷിക അനുബന്ധ മേഖല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. 2025 കേരള കർഷക സംഘത്തിന്റെ സമ്മേളനത്തിലേക്ക് നാം കരിച്ചേരി രാഘവൻ, പെരിങ്ങേത്ത് കൃഷ്ണൻ നമ്പ്യാർ, ചെറുപുഴയിലെ KPV പാതിരിയാട് എന്നിവർ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും കർഷക സംഘത്തിനും നിസ്തുലമായ സംഭാവനകൾ നൽകി നമ്മോട് വിട പറഞ്ഞവരാണ്. KSU യൂത്ത് കോൺഗ്രസ് ഗുണ്ടാ സംഘം പുറപ്പെടുത്തിയ ഇടുക്കി പൈനാവൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ SFI നേതാവായിരുന്ന സഖാവ് ധീരജ്, RSSകാർ പുറപ്പെടുത്തിയ പത്തനംതിട്ടയിലെ PV സന്ദീപ് കുമാർ, ത്രിപുര ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.